വീഡിയോ കാണിക്കുന്നില്ല, ഒരു ഫോട്ടോ മാത്രം ഇവിടെ കാണിച്ചു തരാം. കുട്ടിയുണ്ട്. നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ നടനും സർവോപരി BJPയുടെ കരുത്തുറ്റ പോരാളിയുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രി ദിയ കൃഷ്ണ, കൂടാതെ ഏറ്റവും ഇളയ സന്തതി ഹൻസിക കൃഷ്ണ, ഇവരെ രണ്ടുപേരെയും ചുറ്റിപ്പറ്റി 2 ദിവസങ്ങളായിട്ട് കുറച്ച് കോൺട്രവേഴ്സികൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൽ ഈ ഹൻസിക കൃഷ്ണയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അതങ്ങോട്ട് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് ദിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ദിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓസി കുട്ടി, OC, വലിയ ഓൺട്രപ്രണർ, കറക്റ്റ് അല്ലേ? അപ്പം എന്താണെങ്കിലും കാര്യത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് രേഖപ്പെടുത്തിക്കൂ. കടക്ക് പുറത്ത് എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയത്തില്ല. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ചില ആളുകൾക്ക് ഒരു അഭിപ്രായമുണ്ട്, കുറച്ച് ഓവർ ആവുന്നില്ലേടാ മോനെ നിന്റെ അഭിപ്രായം എന്ന്, അല്ലെങ്കിൽ നിന്റെ അഭിനയം കുറച്ച് ഓവർ ആവുന്നില്ലേ എന്ന്. ഇച്ചിരി ഓവർ ആയാലല്ലേ ഒരു ഗുമ്മുള്ളൂ. ഇരിക്കട്ടെ, ഇനി കാര്യത്തിലേക്ക് വരാം. ദിയ കൃഷ്ണ, ഈ കഴിഞ്ഞ ദിവസം ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ദിയയും, അറിയാലോ ദിയയ്ക്ക് ഒരു കുട്ടിയുണ്ട്, കുട്ടിയും ദിയയുടെ ഹസ്ബൻഡും എല്ലാം ആയിട്ട് 3 പേര് ഒരു ട്രിപ്പ് പോയി. എനിക്ക് തോന്നുന്നു മാൽദീവ്സിലേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ കഴിഞ്ഞ ദിവസം ദിയ എടുത്ത ഒരു വീഡിയോ ഉണ്ട്. അതായത് അവരുടെ കുട്ടിയെ അവരിങ്ങനെ എടുത്തുകൊണ്ട് പോയി, ബീച്ചാണല്ലോ, ബീച്ചിൽ നമ്മുടെ ഉപ്പുവെള്ളത്തിൽ കാല് നനയ്ക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അതിലൊരു കുട്ടിയുണ്ട്, കാണിച്ചു തരുന്നില്ല. വേണമെങ്കിൽ ഒരു ഫോട്ടോ മാത്രം ഞാൻ കാണിച്ചു തരാം. 2 ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോഴൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീഡിയോ കാണിക്കുന്നില്ല, ഒരു ഫോട്ടോ മാത്രം ഇവിടെ കാണിച്ചു തരാം. കുട്ടിയുണ്ട്, കാണിക്കുന്നില്ല വീഡിയോ. ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നോക്കാൻ പോയില്ല. ഒരു നോർമൽ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ആൾക്കാർ വന്ന് മറ്റേ മോശം കമൻ്റ് ഒന്നും പ്രതീക്ഷിച്ചേ ഇല്ലടേ. പക്ഷേ ഇന്നലെ ഒരാളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്കി. നോക്കിയപ്പോൾ അതിൽ കിടക്കുന്ന ആദ്യത്തെ കമൻറ്റ് തന്നെ എന്നെ ഞെട്ടിച്ചു. ഞാൻ പിന്നെയും ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കി, വേറെ മോശപ്പെട്ട കമൻറ്റുകളൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ദിയയൊക്കെ അത് ഡിലീറ്റ് ചെയ്തത് കളഞ്ഞതാണ് കുറേയൊക്കെ. കാരണം ഒരുപാട് മോശം കമൻറ്റുകൾ ഈ ഒരു വീഡിയോയുടെ അടിയിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ പോയി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, ഒരൊറ്റ കമൻറ്റ്. ആ കമൻറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാണ് കമൻറ്റ്: കുട്ടിക്ക് ഡയപ്പറുണ്ട്, അമ്മയ്ക്കില്ലല്ലോ. ആ ഫോട്ടോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിയയുടെ അക്കൗണ്ടിൽ പോയാൽ കാണാം, ഞാൻ കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലടേ, അതാ എനിക്ക് പറയാനുള്ളത്. എന്നിട്ടും കുട്ടിക്ക് ഡയപ്പറുണ്ട്, അമ്മയ്ക്കില്ലല്ലോ. ദിയ വൃത്തിക്ക് അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സാഡസ്റ്റ് പാർട്ടീസ്, ഇതുപോലുള്ള ക്രിമിനലുകളെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ട്. ദാറ്റ്സ് ഹൗ നെഗറ്റീവ് ഷിറ്റ് വർക്ക്സ്. I mean, just look at the comment section. So many good comments with no likes or very few likes. This shit as cultureless comment gains 400+ likes. And ഇത് ദിയ ഇടുന്ന സമയത്താണ് ഈ 400. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ 2000-ന് മേളിൽ ലൈക്ക് ഉണ്ട് ആ ഒരു കമൻറ്റിന്. So 400+ likes. That's how much secret hate is hidden within the followers. Disgusting attitude. Whoever has liked that comment is a spineless. ബാക്കി ഞാൻ പറയുന്നില്ല. അതായത് ദിയ ആ കമൻ്റ് ഇട്ടവരെ അല്ല പറയുന്നത്, ആ കമൻറ്റിന് ലൈക്ക് കൊടുത്തവരെയാണ് പറയുന്നത്. ഞാനും ഫസ്റ്റ് കുറ്റം പറയുന്നത് അവരെ തന്നെ ഉള്ളൂ. ഇങ്ങനൊരു കമൻ്റ് ഇട്ടപ്പോൾ അതിന് പോയി ലൈക്ക് കുത്താനിരിക്കുന്നവരുടെ മനസ്സ്, എൻ്റെ പൊന്നെ, ഒളിച്ചിരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. എനിക്കത്രേ പറയാനുള്ളൂ. ഒളിച്ചിരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എടേ, ഇതിനും മാത്രം എന്താണ് ആ ഡ്രസ്സിന് എന്തെങ്കിലും, ഞാൻ ആ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കാം. എനിക്ക് അത് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. അവരൊരു ഷോർട്ട്സ് ഇട്ടേക്കുന്നു, ഒരു ബീച്ച് വെയർ പോലെ സംതിങ് ലൈക്ക്. എന്താണോ അതിന് കുഴപ്പം? അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം.
ഒരാൾ ബീച്ചിൽ പോകുമ്പോൾ അവരിടേണ്ട കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഉണ്ട്. അത് നമ്മളിൽ കുറേ ആളുകൾക്ക് അറിയില്ല. നമ്മളല്ലെങ്കിൽ ഈ കട്ട വെയിലത്ത് നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് കവർ ചെയ്ത് കയ്യും തലയും മുഖവും ഒക്കെ കവർ ചെയ്ത് ഒരു തുള്ളി പോലും സൂര്യപ്രകാശം അടിക്കാതെ പോകുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. മനസ്സിലായോ? പക്ഷെ ചില ആളുകൾക്ക് അവർക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് നടക്കേണ്ടി വരും. അവരുടെ കംഫർട്ടാണ് അത്. ഈ ചൂടത്ത് എല്ലാം കൂടെ ഇട്ട് പൊതിഞ്ഞ് വലിഞ്ഞ് എൻ്റെ പൊന്നെ എന്തിനാ അത്? അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അവർ ഷോർട്സ് ഇട്ടു. അതിനകത്ത് എനിക്ക് അത്ര വലിയ തെറ്റൊന്നും തോന്നാനില്ലടേ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങളിൽ അത് തെറ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞോളൂ. നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് അത് പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ആ കമന്റ് ഇട്ട ആളെ ഞാനൊരു പരിധിയിൽ കൂടുതലൊന്നും പറയുന്നില്ല. അയാൾക്കെതിരെ അയാളെ ടാഗ് ചെയ്തുകൊണ്ട് വേറെ കുറേ ആളുകൾ കണ്ടല്ലോ, വ്യൂ 13 പ്രീവിയസ് റിപ്ലൈസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. അതായത് വേറെ കുറേ ആളുകൾ ഇവരുടെ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ കുറച്ച് ഹാർഷായിട്ട് തന്നെ ഈ വിദ്യ എന്ന് പറയുന്ന ആള് ഫേക്ക് ഐഡിയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, എന്താണെങ്കിലും റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദിയ പക്ഷേ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും വീണ്ടും പറയുന്നു, അവരെ എനിക്ക് പറയാൻ താല്പര്യമില്ല. അവരുടെ കണ്ണിലൂടെ അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഓക്കെ, പറഞ്ഞിട്ട് പോയി. ഒളിച്ചിരുന്ന് അതിന് ലൈക്ക് അടിക്കുന്നവര് സമ്മതിക്കണം കേട്ടോ. അയ്യോ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. പറയാനുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് പോകും, മാന്യമായിട്ട്. അതല്ലേ ചെയ്യേണ്ടത്. എന്താണ് ഈ 2000 പേർക്കും നിങ്ങൾക്ക് എന്താണോ അത് കണ്ടപ്പോൾ തോന്നിയത് അത് മാന്യമായിട്ട് നിങ്ങൾ പറയുക. അല്ലാതെ വേറൊരാൾ പറഞ്ഞതിനകത്ത് വന്നിരുന്ന് വോട്ടവർ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ കുടുംബത്തിനെതിരെ. അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ദിയ എന്ന് പറയുന്ന ആളുടെ നാവിനോട് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായില്ലേ? പല കാര്യങ്ങളും അവർ പറയുമ്പോഴത്തേക്ക് നമുക്ക് യോജിക്കാൻ പറ്റാറില്ല. ഒരു അഹങ്കാരം മൊത്തത്തിൽ ഫീൽ ചെയ്യാറുണ്ട് ദിയയുടെ വാക്കുകളിൽ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടത്. ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് വെച്ചിട്ട് ചുമ്മാ കാണുമ്പോഴൊക്കെ അവരെ കല്ലെടുത്തെറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസിലൊക്കെ എനിക്ക് ആ പെൺകുട്ടി പറഞ്ഞതിനകത്ത് വളരെ മാന്യമായിട്ട് അവർ സംസാരിച്ചു. വളരെ മാന്യമായിട്ട് അവർ ആ കമൻറ്റ് എഴുതിയിട്ടു. ഇത്രയും നല്ല രീതിയിൽ ഈ അടുത്തൊന്നും കമൻറ്റ് എഴുതിയിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും വളരെ നീറ്റായിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ് അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് നമുക്ക് അഭിപ്രായം ഒരു പരിധിയിൽ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നാട്ടുകാരെ ചീത്തയാക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി ഇവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാം. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നിയില്ലടേ. ഞാൻ ഈ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഈ ഒരു ഡ്രസ്സിനെതിരെ അല്ലെങ്കിൽ ദിയ അങ്ങോട്ട് കുട്ടിയെ കൊണ്ട് പോയതിനെതിരെ ഇങ്ങനെ കമൻറ്റുകൾ വന്നു എന്ന് അറിയുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം അങ്ങോട്ട് ഞാൻ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ വീഡിയോ കണ്ടുപോയതാണ്. ഒന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ആ കമൻറ്റ് ബോക്സ് പോയി നോക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി നോക്കിയേനെ. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോടെ? തോന്നിയതേ ഇല്ലടേ. പക്ഷെ അതിന് പോലും ഇങ്ങനെ കമൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. രണ്ടാമത്തെ കുട്ടിക്ക് ഇന്നലെ തൊട്ട് തട്ട് തുടങ്ങുന്നുണ്ട്. ഇനിയും ഇന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും ചിലപ്പം കത്തി കയറുമായിരിക്കും. ഇനി മിനിഞ്ഞാന്ന് ഏറ്റവും ഇളയ കുട്ടി ഹൻസികയുടെ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഹൻസിക സബ്സ്ക്രിപ്ഷൻ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ എന്തോ ഇട്ടിരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ആരോ സബ്സ്ക്രൈബറായിട്ടുള്ള ആരോ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടു. ഇപ്പം ഇതാണ് ചർച്ച. 2 ദിവസമായിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്തത് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒന്നും പറയാൻ പ്രത്യേകിച്ച് തോന്നിയില്ലായിരുന്നു. കാരണം കുറേ ആളുകൾ ഈ ഹൻസികയുടെ ഈ ഒരു വീഡിയോയെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നറിയോ? എനിക്കതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ടതെന്ന് ഞാൻ വെക്കാൻ കാരണം. രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്നത് കണ്ടു. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഞെട്ടലായിരുന്നു കേട്ടോ. രേണു സുധിയെയും ഹൻസികേനെയും ഒന്നും അങ്ങനെ താരതമ്യം ചെയ്യരുത്. മനസ്സിലായോ? അവർ ഓൾറെഡി അത്യാവശ്യം റീച്ച് ആയിട്ടുള്ളൊരു കുടുംബം. അതിലെ 4 പേരല്ല, എനിക്ക് തോന്നുന്നു മക്കൾ 4 പേരും അച്ഛനമ്മ എല്ലാവരുടെയും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ റീച്ചാണ്. അത്യാവശ്യം നല്ല പൈസയും കിട്ടുന്നുണ്ട്. മറ്റേ പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്തൊരു വൾഗാരിറ്റി കുത്തിക്കയറ്റി അവർക്ക് കാശുണ്ടാക്കേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കണം. ഈ രേണു സുധിയായിട്ട് താരതമ്യം ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കാശുണ്ടാക്കാൻ പറ്റൂ. ഇവിടെ പക്ഷേ ഇവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ അത്ര വലിയ മോശമാണോ ആ കൊച്ചു കാണിച്ചത്? എനിക്ക് കണ്ടിട്ടൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല കേട്ടോ.
പിന്നെ ചില ആളുകൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവിനെയും ബഹുമാനിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, ഇല്ല. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, ഒരു പബ്ലിക്കിലേക്ക് ഒരു എന്താണ് റീലായിട്ടല്ല അവരത് ഇട്ടത്. അവരുടെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ 399 രൂപ കൊടുത്ത് കയറുന്ന ആളുകൾ മാത്രം കാണുന്ന ഒരു പ്രൈവറ്റ് സ്പേസിലാണ് അവർ ആ വീഡിയോ ഇട്ടത്. അവർക്ക് അവിടെ ഇടാം, മനസ്സിലായോ? അല്ലാതെ എല്ലാവരിലേക്കുമായി തള്ളിയില്ല. അവിടെ കണ്ടോണ്ടിരുന്ന ഏതോ ഒരുത്തനോ ഒരുത്തിയോ ആ സാധനം ഒപ്പിയെടുത്ത് പുറത്തേക്ക് വിട്ടതാ. ഓക്കെ, അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ കൊച്ചിനെയാണെങ്കിലും ചുമ്മാ തെറി പറയാൻ ഇറങ്ങാൻ. എനിക്ക് പ്രത്യേകിച്ച് ഇതിനെയും തെറി പറയാനായിട്ടൊന്നും തോന്നിയില്ല, സീരിയസ്ലി തോന്നിയില്ല. രണ്ടാണ് കാരണം. ഒന്നിപ്പം ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞത്, പിന്നെ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് വിറ്റങ്ങനെ കാശുണ്ടാക്കേണ്ട കാര്യം അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഫ്രീഡത്തിൽ പോകുന്ന 4 പിള്ളേരാണ് അഹാന, ഹൻസിക, പിന്നെ മറ്റേ ദിയ, ഇഷാനിയൊക്കെ. മനസ്സിലായോ? ഇവരെല്ലാവരും കുറച്ച് മോഡേൺ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഇട്ട് വീഡിയോസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്ത് ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ എനിക്ക് അവരെ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഈ കമൻ്റ് ഇടുന്നവരോടാണെങ്കിലും എന്തിനാ കാണാതിരുന്നാൽ പോരെ, തീർന്നില്ലേ പരിപാടി? അവിടെ തീർന്നില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങൾ കമൻ്റ് ഇട്ടെന്തിനാ പിന്നെയും റീച്ച് കൊടുക്കാൻ പോകുന്നത്? സ്ക്രോൾ ചെയ്ത് അപ്പം തന്നെ തട്ടിക്കളയുക, അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെയൊക്കെ ആണെങ്കിലും വലിയ ചില വീഡിയോസ് ഞാൻ പറയാറുണ്ട്. ഈ റെണ്ണു സുധിയുടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് തുടക്കത്തിൽ തന്നെ ഡിസ്ക്ലൈമർ പറയും, താല്പര്യമില്ലാത്തൊരിത് കാണണ്ട. ഞാനൊരിക്കലും നിർബന്ധിക്കത്തില്ല. ഇപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക താല്പര്യമില്ലെങ്കിൽ. പിടികിട്ടിയില്ലേ? അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനും ഈ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കല്ലെറിയാൻ പോകാതിരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഈ കുടുംബത്തിൽ ഈ കൃഷ്ണകുമാർ കുടുംബത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ദിയ കൃഷ്ണ. പലപ്പോഴും അവരുടെ ഒരു അരഗൻസ്, ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാവരോടും ഒരു പുച്ഛം പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിലൊന്നും അവരെ നമുക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഈ ഹൻസിക കൃഷ്ണയാണെങ്കിലും എനിക്ക് പേഴ്സണലി ഒന്നും പറയാൻ തോന്നുന്നില്ല. എന്റെ അഭിപ്രായം മാത്രമാണ്. ഇനി കൃഷ്ണകുമാർ അദ്ദേഹം പണ്ട് കുറച്ചായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടോണേ. എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ല ഇവിടെ ഇരിക്കുന്ന 2 സൗകര്യങ്ങളുണ്ട്, ക്യാമറയുടെ പിന്നിലിരിക്കുന്നത്. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറ വളരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കാർ വരും, തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ, പറഞ്ഞാൽ ഇത് ഞങ്ങളും കേട്ടതാ, ഇപ്പോഴും പറയുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് വഴിപടച്ച് പോകുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ, കണ്ടോ ഇപ്പം എൻ്റെ മക്കൾ ആമ്പിള്ളേരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവൻ്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ കള്ളം പറയുന്നില്ല. ഇത്രയും ഞാൻ കാണുന്നൊരു വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങൾ എന്ന് പറയും, വാല്യൂസ്, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് തന്നെ പോവുക. ആരും ആയിക്കോട്ടെ ബഹുമാനിക്കുക. കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും. അത് കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്. കൃഷ്ണകുമാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അവസാനം പറഞ്ഞു വെച്ച ആ ഒരു പോയിന്റ്, എന്തൊരു സാധനമാണെങ്കിലും ഓവർ യൂസ് അത് പ്രശ്നമാണ്. അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഒരു പുസ്തകം വായിക്കുകയാണെങ്കിലും ശരി,
ഒരു ലിമിറ്റുണ്ട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തലയിലേക്ക് എടുക്കാൻ. ഒരു പരിധിയിൽ കൂടുതൽ എടുത്താൽ തലയ്ക്ക് ഭ്രാന്തായി പോകും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ. മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. മക്കൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ മിസ്റ്റർ കൃഷ്ണകുമാർ? അതാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അത് വേറൊന്നും കൊണ്ടല്ല, ചില സമയങ്ങളിൽ നിങ്ങളുടെ രണ്ടാമത്തെ പുത്രി ദിയ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ, ആളുകളോടുള്ള ഒരു പുച്ഛം, പലതവണ നമ്മളിതൊക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ്. അതൊക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയ വഴി കാണിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ അത്? ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ദിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എല്ലാത്തിലും പറ്റത്തില്ല. അതൊരു പോയിന്റാണ്. എല്ലാവരും അത് മനസ്സിലാക്കിക്കോണം. ആറ്റിറ്റ്യൂഡൊക്കെ നല്ലതാണ്. പെൺകുട്ടികൾക്കും വേണം, ആൺകുട്ടികൾക്കും വേണം. ആറ്റിറ്റ്യൂഡ് വേണം. ഒരുത്തൻ്റെയും മറ്റേ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് ഒരുത്തൻ്റെയും തന്തയുടെ നാടല്ല, ഇത് നമ്മുടെ നാടാണ് എന്ന് പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡൊക്കെ ആവശ്യത്തിന് വേണം. സ്വന്തമായിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്നവരവർ. പക്ഷേ ഇന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു പരിപാടി പലപ്പോഴും ദിയെ, യോസി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയും എനിക്ക് കുറച്ചും കൂടെ പ്രിയപ്പെട്ട 2 പേരാണ് ഈ ഹൻസിക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഷാനി കൃഷ്ണ. 2 പേരും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അഹാനയാണെങ്കിലും ഓക്കെ. പക്ഷേ ഈ ഹൻസികയുടെ കേസിൽ എനിക്ക് ഒരു കാരണവശാലും ആ കുട്ടിയെ പ്രത്യേകിച്ച് എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല. അവള് കാണിച്ചത് അവളുടെ സബ്സ്ക്രിപ്ഷനില്ല. അവിടെ പോയി കണ്ട ഏതോ ഒരുത്തിനടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? പിന്നെ ഇതിന് വേണ്ടി ഇത് ചെയ്ത് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ, കുറേ ആളുകൾ പറയുന്നത് പോലെ കാണിച്ച് കാശുണ്ടാക്കുന്ന, എനിക്കത് ഒരു തരത്തിലും ഇവരുടെ കേസിൽ എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആവശ്യത്തിന് റീച്ച് ഉണ്ട്, ആവശ്യത്തിന് അവർ കാശുണ്ടാക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ഷൂട്ട്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറച്ചിരുന്ന് ആലോചിച്ചോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.